ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയും വോയിസ് ക്ലാരിറ്റിയും ഒക്കെ എത്രത്തോളം ഉണ്ട് എങ്ങനെയാണെന്നൊന്നും കറക്റ്റ് അറിയില്ല. എങ്കിലും നമുക്ക് നോക്കാം. നമസ്കാരം, ആൽബിനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തേക്കുന്നത് ഫ്രിട്ടോ എന്ന് പറയുന്ന മൂവാറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. മൂവാറ്റുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഫ്രിട്ടോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. എനിക്ക് 195 രൂപയാണ് ഇത്ര ഐറ്റംസിന് ചിലവായത്. ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഷവർമ, ഒരു നോർമൽ ഫ്രഷ് ലൈം, അതുപോലെ ഒരു നോർമൽ റെഗുലർ ഫ്രൈസ്. ഇത്രയും കൂടെ എനിക്കായത് 195 രൂപയാണ്. അത് സൊമാറ്റോയിലെ പ്രൈസാണ്. ഞാൻ ഓൺലൈനിൽ സൊമാറ്റോയിൽ വാങ്ങിക്കുകയും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നോർമൽ ഷവർമ. കെച്ചപ്പ് എനിക്കൊന്ന് പ്രൈസ് ആയിരിക്കും. കസ്കസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് 2 സ്ട്രോ ഉണ്ട്. ഞാൻ ഒരാളേ ഉള്ളൂ, നമുക്കൊരു സ്ട്രോ എടുത്താൽ മതി. ഓക്കെ, നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ചൂടുണ്ട്, ആ ക്രിസ്പിനെസ് ഞാൻ പോയി തുടങ്ങിയിട്ടുള്ളൂ. ഓൺലൈനിൽ വരുത്തിക്കുമ്പോൾ എപ്പോഴും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. പക്ഷേ അത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കഴിക്കാവുന്ന ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൽ പാക്കേജിങ് അഴിച്ചു മാറ്റൽ വലിയ ചടങ്ങാണ്. പക്ഷേ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന ഇതുപോലെ പാക്ക് ചെയ്യണം, കാരണം ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. പാക്കേജിങ് നല്ലതാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. നല്ല സാധാരണ നാരങ്ങവെള്ളം, നല്ല നാരങ്ങവെള്ളം, അടിപൊളി, ഇഷ്ടമായി. ആ കസ്കസൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷവർമ അൺബോക്സ് ചെയ്യാം. ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ശരിക്കും നമുക്കിതിലൊരു ഇന്ത്യൻ റോള് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. മയണൈസ് ഉണ്ട്, അതായത് നമ്മുടെ കേരളത്തിലെ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ആ ഒരു ചിക്കൻ്റെ ഒരു മസാലയുടെ ഒരു പഞ്ചിനെസ്സും ഒരു സ്ട്രോങ് ഫ്ലേവർ. ശരിക്കുള്ള ഷവർമയ്ക്ക് അത്രയും അങ്ങനത്തെ ഒരു ഫ്ലേവർ അല്ലല്ലോ. പിന്നെ നല്ല മയണൈസ് വെച്ചിട്ടുണ്ട്. മയണൈസ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വെറ്റാണ്. പിന്നെ റുമാലി റൊട്ടിയിലാണ്, കാണുമ്പോൾ മനസ്സിലാവുക. അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാണെങ്കിൽ ഇതും ഇഷ്ടപ്പെടും. ഇനി ഇങ്ങനെ അല്ലാണ്ട് മറ്റേ ഒത്തൻറ്റിക് ഷവർമയുടെ ആ ടേസ്റ്റാണ് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെയാണ് ശരിക്കും ഷവർമ വേണ്ടതെന്നൊരു അഭിപ്രായമാണ് നിങ്ങൾക്കെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. കുറെ കൂടെ സോസിയാണ്. മീൻസ്
എന്നുവെച്ചാൽ നല്ലപോലെ ആ ഒരു അകത്ത് നല്ല ക്രീമി ആയിട്ടായിരിക്കുന്നത്. മയണൈസും ചിക്കൻ്റെ മസാലയും അതെല്ലാം കൂടെ ചേർന്നിട്ടൊരു കുഴകുഴാന്ന് വരുന്ന രീതിയിലും ആണ് അത് ഇരിക്കുന്നത്. ഒരു ഐറ്റം ഇട്ട് പോയി പിക്കിൾ. എനിക്ക് ഈ ഷവർമയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ഇങ്ങനത്തെ പിക്കിളുണ്ടല്ലോ, അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ അറബിക് ഫുഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് നല്ലപോലെ പുളിയൊക്കെ പിടിച്ച് നല്ലപോലെ ഉപ്പിലിട്ട സെറ്റപ്പ് ഉണ്ടാകും. അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതിപ്പം ആ ഒരു ഉപ്പിലിട്ടതിൻ്റെ ഒരു ചെറിയ ചുവനുണ്ട്, പക്ഷേ ഇതിൻ്റെ ഫ്രഷ്നെസ് പോയിട്ടില്ല. ഉണ്ട് ഈ ക്രഞ്ചിനെസ് പോയിട്ടില്ല. അതുപോലെ ഇതാ ഉപ്പിലിട്ടതിൻ്റെ ഉപ്പോ പുളിയോ അങ്ങനെയൊന്നും ഈ കഷ്ണത്തെ കടിക്കുന്നില്ല. ഇത് ഞാൻ നാട്ടിൽ വയ്ക്കുമ്പോൾ കിട്ടും, പക്ഷേ ഞാൻ കടിച്ചാൽ വയ്ക്കുന്ന അരയ്ക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. എനിക്ക് ബേസിക്കലി ഇങ്ങനെയല്ല. വെള്ളരിക്ക് കുറച്ചുകൂടെ ഉപ്പിലിട്ട ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെള്ളരിക്ക കൊള്ളാന്ന് വെച്ചാൽ ഈ ഉപ്പിലിട്ട ടേസ്റ്റ് നല്ലപോലെ ഉണ്ട്. സാധനമൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. ആക്ച്വലി ഇത് പ്രോബയോട്ടിക്സ് എന്ന് പറയും. പ്രോബയോട്ടിക് റിച്ചാണ് ഈ സംഭവം. ഉപ്പിലിട്ടതൊക്കെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. ചിക്കൻ ഈ ഫാറ്റ് ഒക്കെ വരുന്ന പീസും ഇല്ലേ, അങ്ങനത്തെ ഫാറ്റ് മാത്രമായിട്ടൊക്കെ വരുന്ന പീസ്, കുറച്ച് ചൂയി ആയിട്ടൊക്കെ ഉള്ള പീസ്, അങ്ങനത്തെ പീസ് ഇട്ടിട്ടുണ്ട്. ഈ ഷവർമയൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ ലാസ്റ്റ് പീസ് കുറച്ച് വലുപ്പത്തിൽ വരെ അത് മൊത്തവും കൂടെ വായിലിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. വയറ് ശരിക്കും നിറഞ്ഞു. എൻ്റെ കുഞ്ഞു വേറെ ഒരു ഷവർമയും ഒരു നാരങ്ങളും കുടിച്ചപ്പോഴേക്കും തീർന്നു. ഇനി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനുണ്ട്. കഴിക്കും, കളയാൻ പറ്റത്തില്ല. ക്വാണ്ടിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഈ പ്രൈസ് നല്ല വർത്താം, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ടേസ്റ്റും ഉണ്ട്, കുഴപ്പമില്ല.
ഇത് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, എല്ലാ കാര്യങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഈ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.